അങ്ങനെ ഒന്നോണേ. ലാസ്റ്റ് ഫോട്ടോ, ലാസ്റ്റ് സെക്കൻഡ്. ഹെഡ് ഇച്ചിരി കൂടെ ഇങ്ങനെ കേട്ടോ. ഈ വ്ളോഗ് മൊത്തം ജെയ്സനായിരിക്കും. ചെയ്ത് കാണിച്ചു കൊടുക്ക് ജെയ്സ. ഇന്നലെ എനിക്ക് ജെയ്സൺ ചെയ്ത്. ഹായ് ഫ്രണ്ട്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഇപ്പൊ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, പിന്നെ താൽക്കാരുടെ ബെൽ ബട്ടണും കൂടി അമർത്തുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഇപ്പോൾ വെളുപ്പിനെയാണ് കേട്ടോ സമയം. ഇപ്പോൾ വെളുപ്പിന് 5:25 നമ്മൾ വിഷു ഫോട്ടോഷൂട്ടിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ. ഇന്ന് നമ്മൾ ലാഡിവേയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മേക്കപ്പ് ചെയ്യാൻ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമുക്കിനി എന്തായാലും അവിടെ എത്തിയിട്ട് കാണാം. അപ്പോൾ ഇത് രാവിലെ തന്നെ ഉറക്കപ്പിച്ചിലിരുന്ന് മേക്കപ്പ് ചെയ്യുന്നതാണ് നിങ്ങളീ കാണുന്നത്. മിമോസ് രാവിലെ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ തലേ ദിവസവും ഷൂട്ട് ഉണ്ടായിരുന്നു. പെരുന്നാളിൻ്റെ ഷൂട്ട് അതിൻ്റെ തലേ ദിവസം ഉണ്ടായിരുന്നു. അപ്പോൾ അത് 7:30 ആയപ്പോഴേക്കും നമ്മൾ വൈൻഡപ്പ് ചെയ്തു. കാരണം പിന്നെ ലൈറ്റ് പോയതുകൊണ്ട് ഷൂട്ട് ചെയ്യാനുള്ള നിവർത്തിയില്ലായിരുന്നു. കാരണം നമ്മൾ ഉച്ചയ്ക്കാണ് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ട് അടുത്ത ദിവസം കൂടി ഷൂട്ടാക്കേണ്ട ഒരവസ്ഥ വന്നു. രാവിലെ ഉള്ള ലൈറ്റിൽ നല്ല ഭംഗിയായിട്ട് ഫോട്ടോസ് എടുക്കാൻ പറ്റുമെന്ന് ജെയ്സൺ പറഞ്ഞതുകൊണ്ട് മിമ്മൂസിന് രാവിലെ 4:30 ആയപ്പം കുത്തിപ്പൊക്കി 5 മണിയായപ്പോൾ ഞങ്ങൾ ലാഡിവേയിൽ പീച്ചുവിൻ്റെ അടുത്ത് മേക്കപ്പ് ചെയ്യാനായിട്ട് വന്നു. ശരിക്കും പറഞ്ഞാൽ മിമ്മൂസ് വലിയ കുഴപ്പമില്ലാതൊക്കെ ഇരുന്നു. ബാക്കി എല്ലാവരും അത്യാവശ്യം ഉറക്കത്തിലൊക്കെ ആയിരുന്നു. അങ്ങനെ എന്തേ വെളുപ്പാങ്കാലത്ത് 5 മണിക്കിരുന്ന് മേക്കപ്പ് ചെയ്യുന്നതാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാലും ആൾ എനർജറ്റിക് ആയിരുന്നു. രാവിലെ ഞാനുമായിട്ടൊരു അടിയൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നത്. രാവിലെയല്ല, തലേ ദിവസം രാത്രി ഒരു അടിയൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ തമ്മിൽ. അതൊക്കെ കഴിഞ്ഞിട്ടാണ് രാവിലെ ഞാൻ വോയിസ് വരുമ്പോൾ മിമ്മോൻ്റെ അടുത്ത് നിന്നിങ്ങനെ നോക്കുക ഞാനത് പറയുമ്പോൾ. അടി അത് ഒരു കുറച്ച് നേരത്തേക്ക് ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ അങ്ങ് മാറി. രാവിലെ ഞങ്ങൾ പോകാൻ ഇറങ്ങിയപ്പോൾ തന്നെ അതൊക്കെ കോംപ്രമൈസ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പീച്ചു പറഞ്ഞു നമുക്കൊരു പുതിയ ഹെയർ സ്റ്റൈൽ മിമ്മൂസിനെ ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു. മിമ്മൂസിന് ഇപ്പോൾ കുറേ നാളായിട്ട് നമ്മൾ ഹെയറിലും ഫേസിലും ഒന്നും അധികം മേക്കപ്സോ അല്ലെ ഹെയർ സ്റ്റൈലോ ഈ അയണിങ് മെഷീൻ അതൊന്നും ഉപയോഗിക്കാറില്ലായിരുന്നു. കാരണം മിമ്മൂസിൻ്റെ ഹെയറിൻ്റെ തിക്നെസ് കുറയുന്നത് കൊണ്ട് നമ്മളിപ്പോൾ ഒരു 6 months ആയിട്ട് ഒന്നും ചെയ്യുന്നില്ല. ഇപ്പോൾ ഇത് നമ്മുടെ പൂജയുടെ ഷൂട്ടായിരുന്നു, പൂജ ഹൈപ്പർ ഷോപ്പിയുടെ ഷൂട്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് അടിപൊളിയായിട്ട് ചെയ്തത്. സിമി മാമിന് മാക്സിമം ഔട്ട്പുട്ട് നമുക്ക് കൊടുക്കണമായിരുന്നു. അപ്പോൾ ഇതേ പുതിയൊരു ഹെയർ സ്റ്റൈലൊക്കെ ചെയ്തു. എനിക്ക് മിമൂസ് ഇത്രയും നാളും ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഹെയർ സ്റ്റൈല് ഇതായിരുന്നു കേട്ടോ. നമ്മളിങ്ങനെ ഒരു കേള് വന്നിട്ടുള്ള ഫ്രണ്ട് സൈഡിൽ കേള് വന്നിട്ടുള്ളത് നമ്മൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. ഇത് നല്ല രസമായിരുന്നു. അതുപോലെ തന്നെ കോസ്റ്റ്യൂമും എടുത്ത് പറയണം. കോസ്റ്റ്യൂമും ഒരു പുതിയൊരു ട്രെൻഡായിട്ട് ചെയ്തതാണ് കേട്ടോ. ഒരുപാട് ലെങ്ത് ഇല്ലാത്ത സ്കേർട്ട് പോലെ ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു പീച്ച് കളർ ഡിസൈനും ഒക്കെ വന്നപ്പോഴത്തേക്കും നല്ല അടിപൊളിയായി. പക്ഷേ തലേ ദിവസം ഇത് ഇട്ട് നോക്കാനുള്ള സമയം കിട്ടിയില്ല. തലേ ദിവസം രാത്രിയാണ് കേട്ടോ കോസ്റ്റ്യൂം ഇത് നമുക്ക് കിട്ടിയത്. അത് കഴിഞ്ഞ് നമ്മൾ ലൊക്കേഷനിലേക്ക് വന്നു. ഈ ലൊക്കേഷൻ എന്ന് പറയുന്നത് കൊല്ലത്ത് കണ്ണനല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. ഇത് നമ്മുടെ സോനുവിൻ്റെ വീടാണ്. സോനു എന്ന് പറയുന്നത് നമ്മുടെ ഒരു സുഹൃത്താണ്. അപ്പോൾ പീച്ചുവിൻ്റെയും ജെയ്സൻ്റെയും ഒക്കെ ഫ്രണ്ടാണ് സോനു. ഞങ്ങൾ ഫ്രണ്ട്സായത് ഷൂട്ടിന് വന്നതിന് ശേഷമാണ് കേട്ടോ. അപ്പോൾ സോനു നല്ല അടിപൊളി ഒരു പാട്ടുകാരനൊക്കെയാണ്. അപ്പോൾ സോനുവിൻ്റെ വീടാണ്. സോനു ഒന്നും ഞങ്ങൾ വന്ന സമയത്ത് ഉറക്കം എഴുന്നേറ്റിട്ടില്ലായിരുന്നു. പക്ഷേ സോനുവിൻ്റെ പപ്പയും പപ്പയുടെ പെങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആൻറ്റി രാവിലെ ഞങ്ങൾക്ക് ചായയൊക്കെ കൊണ്ടു തന്നു. ഞങ്ങളൊരു 7 o'clock മുന്നേ ഞങ്ങൾ അവിടെ എത്തി ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തു. കാരണം രാവിലത്തെ ആ ഒരു ലൈറ്റിൽ നല്ല ലൈറ്റെല്ലാം ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ആ ഒരു ടൈം സെലക്ട് ചെയ്തിട്ട് ഇറങ്ങിയത്. മിമോസ് ആക്റ്റീവായിട്ട് തന്നെ ഇരിക്കുകയായിരുന്നു. അവൾ ചായയൊന്നും കുടിക്കാറില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആൻറ്റി ചായ കൊണ്ടുവന്നപ്പോൾ ഞങ്ങൾ 3 പേരും ജെയ്സൻ്റെ കൂടെ ജെയ്സൻ്റെ ഒരു ഫ്രണ്ട് കണ്ണൻ എന്ന് പറഞ്ഞിട്ട് ഒരു പുള്ളി ഉണ്ടായിരുന്നു. പുള്ളി മൂവിയിലൊക്കെ ഉള്ളൊരു പുള്ളിയാണ്. അപ്പോൾ പുള്ളി ഉണ്ടായിരുന്നു. ജെയ്സൺ ഇത് പറയുന്നത് എന്താണെന്നറിയോ, ജെയ്സനെ എന്തെങ്കിലുമൊക്കെ ജെയ്സൺ ഇത് പോസസൊക്കെ കാണിക്കുമ്പോൾ ഞങ്ങൾ കളിയാക്കാറുണ്ട് മാറി നിന്നിട്ട്. അപ്പോൾ അതൊക്കെ വീഡിയോസ് എടുത്ത് വെച്ചിട്ട് ട്രോളാറുണ്ട്. അതാണ് ജെയ്സൺ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ സമയം കൊണ്ട് ഞങ്ങൾ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 2.5-3 hours ഷൂട്ടൊക്കെ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്തായിരുന്നു. മിമ്മൂസ് ബോറടിക്കുമ്പോൾ ഇടയ്ക്ക് അവരോട് കളിക്കുകയും ക്വസ്റ്റ്യൻസ് ചോദിക്കുകയും കുസൃതി ചോദ്യം ചോദിക്കുക. അത് മിമ്മൂസിൻ്റെ ഒരു സ്ഥിരം ഹൈലൈറ്റാണ്. മിമ്മൂസിനെ എപ്പോൾ ബോറടിക്കുന്നു മിമ്മു അപ്പോഴത്തേക്ക് ഈ സംഭവങ്ങളൊക്കെ എടുത്തിടും. എന്നിട്ട് ഇത് ജെയ്സനായിട്ട് ഏറ്റവും കൂടുതൽ അടി ഉണ്ടാക്കും കേട്ടോ. 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും അടി ഉണ്ടാക്കും. അത് അവർ തന്നെ അത് കളിച്ചും ചിരിച്ചും അവർ തന്നെ ഷൂട്ട് ചെയ്യും. നമ്മളാരും അടുത്തോട്ട് ചെല്ലുന്ന ഒന്ന് മിമോസിന് പ്രത്യേകിച്ച് ഇഷ്ടമല്ല.
മിമ്മൂസിനെ സ്വന്തമായിട്ട് നിന്ന് ഷൂട്ട് ചെയ്യണം. മിമ്മനെ കണ്ണുരുട്ടി നോക്കാം ഇവിടെ നിന്നിട്ട് ഞാൻ ഇതൊക്കെ പറയുമ്പോൾ. മിമ്മൂസിൻ്റെതായ സ്റ്റൈലിൽ നിൽക്കണം, ഷൂട്ട് ചെയ്യണം. അതൊക്കെ ജെയ്സനോട് അങ്ങോട്ടും പറഞ്ഞു കൊടുക്കും. ജെയ്സൺ ചേട്ടാ നമുക്ക് ഇങ്ങനെ എടുക്കാം, അങ്ങനെ എടുക്കാം, അങ്ങനെയൊക്കെ പറഞ്ഞ് അവർ രണ്ടുപേരും നല്ല കമ്പനി അടിച്ച് ഷൂട്ട് നടക്കും. ജെയ്സനാണ് മിമ്മൂസിൻ്റെ ഇപ്പോൾ ഉള്ള ഒരു 90% ഷൂട്ട്സും ആഡ്സും എല്ലാം ജെയ്സൺ തന്നെയാണ് കേട്ടോ. മിമ്മൂസിന് ഷൂട്ടുണ്ടെന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ മിമ്മു ആദ്യം ചോദിക്കും ജെയ്സൺ ചേട്ടനാണോ വരുന്നതെന്ന് ചോദിക്കാം. ഇപ്പം അങ്ങനെ ഒരു ഇതിലെത്തി. കാരണം ജെയ്സൺ തരുന്നൊരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ പോസ്റ്റും വീഡിയോസൊക്കെ. അതുകൊണ്ട് നമ്മൾ ഫാമിലി ഫങ്ഷൻസിനും ഇപ്പം ജെയ്സനെ തന്നെയാണ് എന്തെങ്കിലും വന്നാലും വിളിക്കുക. ജെയ്സൺ നമ്മളൊരു ഇത് വേണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇരട്ടിയായിരുന്നു നമുക്ക് തിരിച്ചു തരാം. അതായത് ഇപ്പോൾ ഫോട്ടോസ് ആയാലും വീഡിയോസ് ആയാലും എഡിറ്റിംഗ് ആയാലും ജെയ്സൻ്റെ നല്ല രസമാണ്. അത് ഒരുപാട് പേര് പേഴ്സണലി മിമ്മൂസിൻ്റെ ഇൻസ്റ്റാ അക്കൗണ്ടിൽ ചോദിക്കാറുണ്ട്. അങ്ങനെ വഴക്കടിച്ചും ബഹളം വെച്ചൊക്കെ ഞങ്ങൾ ഏകദേശം ഷൂട്ട് വൈൻഡപ്പ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി. അപ്പോഴേക്കും മിമ്മൂസിന് നല്ല വിശപ്പായി. അങ്ങനെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയിട്ട് പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിതിൻ്റെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ. പിന്നെ കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. ഇപ്പം നമ്മൾ പോകാൻ പോകുന്നത് മിനിസോയിലോട്ടാണ് കേട്ടോ. കൊല്ലത്തെ മിനിസോ വന്ന കാര്യം എല്ലാവരും അറിഞ്ഞു കാണും. അതുകൊണ്ട് നമ്മൾ മിനിസോയിൽ പോകാൻ പോവാണ്. മിനിസോ വന്നിട്ട് കുറേ നാളെ നമ്മൾ ഒരു പ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ വീഡിയോ ഇട്ടിട്ടില്ലാന്ന് തോന്നുന്നു. നമ്മൾ ഒരു ദിവസം മിനിസോയിൽ പോയായിരുന്നു. അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്ന് മിനിസോയിൽ പോകാൻ പോവാണ്. ഞാനും ഭാവിയും അമ്മയും കൂടിയാണ് കേട്ടോ മിനിസോയിൽ പോകുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് എന്തായാലും അപ്പം കാണാം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ എന്തായാലും ഓട്ടോ വന്നിട്ടുണ്ട്. നമ്മൾ ഓട്ടോ കയറിയിട്ടുണ്ട് കേട്ടോ. ഞാനും അമ്മയും ഭാവയും ഉണ്ട്. നമ്മൾ ഓട്ടോ കയറിയിട്ട് നേരെ മിനിസോയിലോട്ട് പോകാൻ. അപ്പോൾ നമുക്ക് ഇനി എന്തായാലും മിനിസോ എത്തിയിട്ടാണ്. ഗൈസ് മിനിസോയിൽ ചെന്നിട്ട് ഞാനാകെ വണ്ടടിച്ച് നിൽക്കുമായിരുന്നു കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ടോയ്സൊക്കെ വെച്ചിരുന്നതിൽ സ്ഥലമൊക്കെ മാറ്റി. നമുക്ക് ഫുൾ കൺഫ്യൂഷനാണ്. ഞാൻ അന്ന് നോട്ടമിട്ട് വെച്ച കാര്യങ്ങളൊന്നും ഇന്ന് കാണുന്നില്ല കേട്ടോ. പിന്നെ ഇവിടെ കുറേ പെൻസിൽസും ഇതൊക്കെ നല്ല ക്യൂട്ടായിട്ട് എനിക്ക് എല്ലാം വേണമെന്നുണ്ട്. ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ഗീവ് അവേ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് മിമ്മ കുറേ സാധനങ്ങളൊക്കെ കണ്ടു വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് വൈകാതെ ഒരു ഗീവ് അവേ ഒക്കെ കൊടുക്കും. നമ്മൾ എത്രയും പെട്ടെന്ന് ഒരു 100K അടിക്കുകയാണെങ്കിൽ നമ്മൾ ഒരു 100Kയുടെ ഗീവ് അവേ എന്തായാലും തരുന്നതായിരിക്കും. നമ്മൾ 2 ഗീവ് അവേ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. എനിക്ക് ഇവിടെ തന്നിട്ട് എന്തൊക്കെ എടുക്കേണ്ടതെന്ന് അറിയില്ല. അവസാനം നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ പള്ളിമുക്കിലെ ബ്ലോക്കാണ് നിങ്ങൾ കാണുന്നത്. പെരുന്നാൾ ടൈം ആയിരുന്നു കേട്ടോ. ഇത് ഭയങ്കര ബ്ലോക്ക് എന്ന് വെച്ചാൽ പിന്നെ ഭയങ്കര ബ്ലോക്കായിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. നമ്മുടെ ചാനൽ എല്ലാവരും മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ കാണുന്ന ബെൽ ബട്ടണും നമ്മൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ദിസ് ഇസ് ബൈ.